അതിനിടയ്ക്ക് വരുന്നൊരു വാർത്ത, മലപ്പുറത്ത് മാധ്യമങ്ങൾക്ക് അപ്രഖ്യാപിത വിലക്കെന്നുള്ളതാണ്. സ്ട്രോങ് റൂം തുറക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ പറയുകയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥർ എന്താ കാരണം ചോദിച്ചാൽ അവർക്കറിയില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സ്ട്രോങ് റൂം നേരത്തെ തുറന്നെന്ന UDF ആക്ഷേപം നിലനിൽക്കവെയാണ് ആ നടപടി. നിഖിൽ പ്രമേശ്വരങ്ങളും വെച്ചിട്ട് നിഖിൽ, അതെന്താണ് ഇപ്പോൾ സ്ട്രോങ് റൂമുകൾ കേരളത്തിന്റെ ബാക്കി എല്ലാ ഭാഗത്തും സ്ട്രോങ് റൂമിൽ തുറക്കുന്ന ദൃശ്യങ്ങൾ കാലാകാലങ്ങളിൽ ആ വിഷ്വൽ പുറത്തേക്ക് വരുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ ഗുപ്ത സ്വഭാവമുള്ള ഏതെങ്കിലും ദൃശ്യങ്ങളല്ല അതെന്താണ് അങ്ങനെ? അതെന്താന്ന് അങ്ങനെ? തീർച്ചയായും ഹാഷ്മി, ജനവിധി ആ പെട്ടിക്കുള്ളിലാണ്, ആ മുറിക്കകത്താണ് നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സ്ട്രോങ് റൂം തുറക്കുന്നത്, അതിലൊരു വിശ്വാസ്യത ഉറപ്പാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ ഭാഗം കൂടിയാണ്. അതാണിപ്പോൾ ഇവിടെ തടയുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത്. സാധാരണഗതിയിൽ എല്ലാ തവണയും നമ്മൾ തെരഞ്ഞെടുപ്പുകൾ കാണുമ്പോൾ കൃത്യം 6:30യോടുകൂടി ഈ സ്ട്രോങ് റൂം തുറക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ഒരു ക്യാമറമാൻ, അതായത് ഒന്നിലധികമോ ക്യാമറമാൻ, എല്ലാ ചാനൽ ക്യാമറമാന്മാരെയും അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇത്തവണ പക്ഷേ പതിവിൽ നിന്ന് വിപരീതമാകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ഈ സ്ട്രോങ് റൂമിനകത്തേക്ക് പ്രവേശിക്കുന്ന ഈ മലപ്പുറം ഗവൺമെന്റ് കോളേജിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് തങ്ങളെ കടത്തിവിടണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഡിവൈഎസ്പിയുടെ നിർദ്ദേശമുണ്ട്, മാധ്യമപ്രവർത്തകരെ കടത്തിവിടേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഡിവൈഎസ്പി വിളിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് ജില്ലാ കളക്ടറാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ജില്ലാ കളക്ടറെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ജില്ലാ കളക്ടറോട് ഔദ്യോഗിക ഫോൺ ഇരിക്കുന്നത് കളക്ടറേറ്റിലാണ്. അവിടെ കളക്ടർക്കൊപ്പമുള്ള സഹായിയാണ് ഫോൺ എടുക്കുന്നത്. പക്ഷേ അതിലെന്താണ് ഇപ്പൊ ഈ പറയുന്ന ആ പലകകൾ മാറ്റുന്നു, അതിനുശേഷം സീലടിച്ചിരിക്കുന്ന ലോക്കുകൾ തുറക്കുന്നു, അത് വളരെ നോർമൽ ദൃശ്യമല്ലേ? അതെന്തിനാണ് അത്ര സങ്കീർണമാക്കുന്നത്, അത്ര കോംപ്ലക്സ് ആക്കുന്നത്? അപ്പൊ എന്തൊക്കെയോ മറക്കാനുള്ള സംശയം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായ അവരെ കുറ്റം പറയാൻ പറ്റുമോ നിഖിൽ? ഹാഷ്മി, മലപ്പുറത്ത് നേരത്തെ സ്ട്രോങ് റൂം ഈ പോളിംഗ് കഴിഞ്ഞതിന് പിന്നാലെ തുറന്നു എന്നുള്ള പരാതി UDF ഇതിനോടകം തന്നെ ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി നമ്മൾ പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയരുന്ന ഈ ആരോപണം, പരാതി എന്നുള്ളത് വളരെ ഗൗരവം അർഹിക്കുന്നതാണ്. അങ്ങനെ ഒരു പരാതി കൂടി UDFന്റെ ഭാഗത്ത് നിന്ന് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്ട്രോങ് റൂം തുറക്കുക അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുക എന്നുള്ളത് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ കർത്തവ്യമാണ്. അവർക്കാണ് അത് സുതാര്യമാകേണ്ടത്, അവരുടെ ലക്ഷ്യമാണ്. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ മാധ്യമങ്ങളെ വിലക്കുന്നു എന്ന് പറയുമ്പോൾ അത് തികച്ചും അന്യായമാണ്, അത് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോഴും ഇതിന് മുന്നിൽ നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നിലവിലുള്ള സാഹചര്യത്തിൽ കൈവന്നിട്ടില്ല. അപ്പോൾ പല സ്ട്രോങ് റൂമുകളും തുറന്ന് ഈ മെഷീനുകൾ മാറ്റുന്നത് നമുക്ക് ഇപ്പുറത്ത് ഇവിടുത്തെ CCTVയിൽ കാണാൻ വേണ്ടി കഴിയും. CCTV ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയും. സാധാരണഗതിയിൽ ഇങ്ങനെ സ്ട്രോങ് റൂം തുറക്കുന്നതിന് മുൻപായി മാധ്യമങ്ങളെ കൂടി അവിടേക്ക് പ്രവേശിപ്പിക്കും. അതിനുശേഷമാണ് അത് തുറക്കാറ്. മാധ്യമ ക്യാമറകളുടെ കൂടി സാന്നിധ്യത്തിലാണ് ഇത് തുറക്കാറ്. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകുന്നില്ല. അതെന്താണ് അത്തരത്തിലുള്ള ഒരു സാങ്കേതികത്വം, എന്ത് പ്രശ്നമാണ്, എന്ത് പരിമിതിയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്നുള്ളത് വ്യക്തമല്ല. ഒരൊറ്റ ചാനൽ ക്യാമറകളെയും ഉള്ളിലേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയും. സ്ട്രോങ് റൂമുകൾ തുറന്ന് EVMകൾ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോഴും മാധ്യമങ്ങൾക്ക്, ഒരൊറ്റ ക്യാമറകൾക്ക് പോലും പ്രവേശനമില്ല. ഇത് എന്തുകൊണ്ടാണ് മലപ്പുറത്ത് മാത്രം ഇങ്ങനെ ഒരു സാഹചര്യം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവിടെ ചേർത്ത് വായിച്ചു പറയേണ്ടത് നേരത്തെ UDF ഉന്നയിച്ചിട്ടുള്ള സ്ട്രോങ് റൂം തുറന്നു എന്നുള്ള ഒരു പരാതി അവിടെ അവശേഷിക്കുന്നുണ്ട്. മുൻപും ഈ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായ സ്ഥലമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടെയാണ് ഇതിൽ ഏറ്റവും വിചിത്രം, എന്താണ് തുറക്കാൻ ആ ദൃശ്യങ്ങൾ പകർത്താൻ സമ്മതിക്കാത്ത ചോദിക്കുമ്പോൾ കാരണം ഉദ്യോഗസ്ഥർക്ക് തന്നെ അറിയില്ല എന്നുള്ളത് അവർ പറയുകയാണ്. അവർ എന്ന് പറയണം. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അത് നമുക്ക് നോക്കാം. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്, എസ് കെ എന്താ വരികയാണ്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.